ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ഗ്ലാസ് ചെറുപയർ തലേന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഞാനിട്ടതിപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മുളപ്പിച്ചാണ് അത്രയും നല്ലത്. നമുക്ക് മുരിങ്ങയില പോയി പറിച്ചുകൊണ്ട് വരാം. മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ ധാരാളം വിറ്റാമിൻസ് ഉണ്ട്. ഇത് മുരിങ്ങയില കഴിക്കുന്നത് കണ്ണിനൊക്കെ നല്ലതാണ്. കണ്ണിന് കാഴ്ചയൊക്കെ കൂടും. അപ്പം നമുക്ക് ഈ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ കമ്പിൽ നിന്ന് ഓരോ ഇലകൾ വീതം വിട്ടെടുക്കണം. നമുക്ക് ഈ തണ്ട് അതിലിടാൻ പാടില്ല, അങ്ങനെ എല്ലാം എടുക്കണം. എന്നിട്ട് തലേനെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയറെല്ലാം നല്ല അതിൽ വെള്ളം തോർത്തി ഇങ്ങനെ എടുക്കണം. ആ വെള്ളം നമ്മൾ എടുക്കരുത്. അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയിലെല്ലാം നമ്മൾ തണ്ടിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് 2 പച്ചമുളകാണ് നമ്മൾ രണ്ടായിട്ട് കീറിയിട്ടേക്കുന്നത്. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചി വേണം. എന്നിട്ട് അത് കുറച്ചൊന്ന് അരിഞ്ഞ് അതും കൂടി ഇട്ടൊന്ന് മൊത്തം നല്ല രീതിക്ക് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയേക്കുന്നത്. എന്നുള്ള അത്യാവശ്യം ഒത്തിരി തിക്കല്ല, എന്നാലും ഒരു ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് പരുവാണ്. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ഉഴുന്നോ അല്ലാതെ മാവോ എക്സ്ട്രാ ഒന്നും ചേർക്കാതെ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു കല്ലടുപ്പേ വെക്കാം. അത് നല്ല രീതിക്ക് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിൽ എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് അതിലോട്ട് ഊറ്റി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒത്തിരി കട്ടി കൂട്ടിയല്ല, എന്നാൽ ഒത്തിരി കുറച്ചുമല്ല, അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടവശത്തേക്ക് അതിലെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞിതായി വന്ന സമയത്ത് അതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുത്ത് ഒന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇനിയും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.